വറുത്തരച്ച തേങ്ങയുടെ മണവും പുളിയും മസാലയും പിന്നെ ഈ സ്രാവും കൂടി ഒത്തുചേരുമ്പോഴേ നല്ല അസൽ മീൻ കറിയാണ്. ഒരിക്കൽ കഴിച്ചാൽ പിന്നെ മറക്കാനാവാത്ത രുചിയാണ്. ഈ സ്രാവ് കറിയുടെ മെയിനായിട്ടുള്ള ഭാഗം ഈ തേങ്ങ വറുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ തേങ്ങ കുറച്ച് കട്ടിയുള്ള ചീനച്ചട്ടിയിൽ വറുത്തെടുക്കാം. തേങ്ങയോടൊപ്പം 4-5 കഷ്ണം വെളുത്തുള്ളിയും 2-3 ചെറിയ ഉള്ളി അരിഞ്ഞതും കുറച്ച് പുളിയും മല്ലിയും 3-4 വറ്റൽമുളകും കൂടി ചേർത്തിട്ടുണ്ട്. ഈ തേങ്ങ നല്ല മുറ്റിയ തേങ്ങയാണ് എടുക്കേണ്ടത്. ഈ ഇളം തേങ്ങ അത്ര നല്ലതല്ല. നല്ല മുറ്റിയ തേങ്ങ ഒരേപോലെ ചെറുതായിട്ട് തിരുമ്മിയെടുക്കണം. തീ കുറച്ച് വെച്ച് തന്നെ വറുക്കണം. പെട്ടെന്ന് എളുപ്പത്തിൽ വറുത്തെടുക്കാമെന്ന് വെച്ചാൽ അത്ര ടേസ്റ്റ് കാണുകയില്ല. സ്ലോ ഫ്ലെയിമിൽ ഇത് വറുത്തെടുക്കണം. കുറച്ച് കറിവേപ്പില കൂടി ഇട്ടിട്ടുണ്ട്. തേങ്ങ ഇങ്ങനെ ഏകദേശം ചുമന്ന് വരുമ്പോഴേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കാം. ആദ്യത്തെ ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ സ്ലോ ഫ്ലെയിമിൽ വറുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ വറുക്കാൻ നല്ല ഈസിയാണ്. വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ല ചുമന്ന് വരും. ഈ ഒരു പാകം എത്തിക്കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്തിട്ട് 1-2 മിനിറ്റ് കൂടി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടിയും. ചുമന്ന മുളക് എരിയുള്ളത് കുറച്ച് മാത്രമാണ് ചേർത്തത്. 2-3 എണ്ണേ ചേർത്തിട്ടുള്ളൂ. 1/2 ടേബിൾ സ്പൂൺ പെപ്പർ കൂടി ചേർത്തിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് നമുക്ക് ഈ ചെറിയ ഉള്ളി ഒന്ന് പൊളിച്ചെടുക്കണം. സ്രാവ് മീനിന് ഏറ്റവും ബെസ്റ്റാണ് ഈ ചെറിയ ഉള്ളി. ഞാൻ ഇടയ്ക്കൊരു വീഡിയോ കണ്ട് അതിൽ പറഞ്ഞിരിക്കുന്നത് മാതിരി കുറച്ച് നേരം വെള്ളത്തിലിട്ട് നോക്കി. ഇതിൻ്റെ തൊലി എടുക്കാൻ ഭയങ്കര ഈസി ആയിട്ടാണ് കാണിച്ചത്. പക്ഷേ എന്താണ്, ഇത് 2 മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് പോലും ഇതിൻ്റെ തൊലി ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർ കാണിച്ചതനുസരിച്ച് ഒരു പാത്രത്തിലിട്ട് ഞാൻ ഉരച്ചൊക്കെ നോക്കുന്നുണ്ട്. പക്ഷേ ഇളവാൻ വലിയ ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ 2 അറ്റവും കട്ട് ചെയ്തിട്ട് നമ്മൾ സാധാരണ തൊലി ഇളക്കുന്നത് പോലെ ഇളക്കാനേ നിവൃത്തിയുള്ളൂ. പിന്നെ ഇത് നന്നായിട്ട് കുതിർന്നത് കൊണ്ട് ഇതിൻ്റെ തൊലി കുറച്ചുകൂടെ പെട്ടെന്ന് ഇളകി വരും. പക്ഷേ ഈ ഒരു രീതിയിലല്ലാതെ കൈകൊണ്ട് ഇങ്ങനെ ഉരച്ചത് കൊണ്ട് ഇത് ഇളകാൻ പോകുന്നില്ല. ഇതേപോലെ തന്നെ വെളുത്തുള്ളിയുടെയും കാണിച്ചിട്ടുണ്ട്. അതും ഇളക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതേ രീതിയിലേ അത് ഇളക്കാൻ സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ ചെറിയ ഉള്ളിയുടെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായി കഴുകി എടുത്തിട്ടുണ്ട്. നമ്മുടെ അരപ്പ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. ആദ്യം ഒന്ന് പൊടിച്ചെടുക്കാം. പൊടിച്ച് കഴിഞ്ഞിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് അരച്ചെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുമല്ലോ. ഇതുപോലെ വറുത്ത തീയലിനും മീനിനും ഒക്കെ അരയ്ക്കുമ്പോൾ കുറച്ച് വലിയ ജാർ എടുത്താൽ ഒട്ടും തന്നെ കളയുകയില്ല. നന്നായിട്ട് അരച്ചെടുക്കാൻ സാധിക്കും. ഇത് 1/2 കിലോ ഷാർക്ക് മീനാണ്. നല്ല ഫ്രഷ് മീനാണ്. ലുലു മോളിൽ നിന്ന് വാങ്ങിയതാണ്. അതുകൊണ്ട് ഈ തൊലിയൊക്കെ നന്നായിട്ട് ഇളക്കിയെടുത്ത് തന്നു. നമ്മൾ വീട്ടിൽ ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കഴിഞ്ഞ വർഷം ഞാൻ ഇതുപോലൊരു സ്രാവ്, അത് ഫുൾ സ്രാവ് മീനിൻ്റെ വീഡിയോ ഇട്ടിരുന്നു. വളരെ നല്ല വീഡിയോ ആയിരുന്നു അത്. കറിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർക്കാം. കുറച്ച് കൂടുതൽ വെള്ളം ചേർക്കണം. വറുത്തെടുത്ത തേങ്ങ ആയതുകൊണ്ട് വെള്ളം കൂടുതൽ ചേർത്താലും അത് ഇരുന്ന് തന്നെ നന്നായിട്ട് കുറുകും. ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിലിനി ഉള്ളി ചേർക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അടുപ്പിൽ വെച്ചിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ആദ്യം ഒന്ന് തിളക്കട്ടെ. ഈ മീനിന് ഞാൻ വാളംപുളിയാണ് ചേർത്തത്. കുടംപുളിയാണെങ്കിൽ ഈ സമയത്ത് കുടംപുളി ചേർത്താൽ മതി, വാളംപുളി ചേർക്കണ്ട. പക്ഷേ ഈ മീനിന് വാളംപുളി ചേർക്കുന്നതാണ് നല്ലത്. 2 പച്ചമുളക് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലതുപോലെ കറി തിളച്ചിട്ടുണ്ട്. ഇനി ഉപ്പും പുളിയൊക്കെ ഒന്ന് നോക്കിയിട്ട് തീ കുറച്ച് വെച്ചിട്ട് 8-10 മിനിറ്റ് ഇത് ഒന്ന് വേകട്ടെ. ഇപ്പോൾ ഏകദേശം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, ചാറെല്ലാം കുറുകിയിട്ടുണ്ട്. ഇനി ഇത് തീ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇതിരുന്ന് തനിയെ വറ്റും. ഇത്രയും നല്ല മീനല്ലേ, അപ്പോൾ കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് വറുക്കാം. ഇത്തരം മീനുകൾക്ക് കടുക് വറുക്കുമ്പോൾ ചെറിയ ഉള്ളി ചെറുതായിട്ട് വട്ടത്തിലരിഞ്ഞ് ഫ്രൈ ചെയ്തിടുന്നത് നല്ല ടേസ്റ്റും മണവുമായിരിക്കും.
2-3 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. ഇനി ഈ മീനിന് കുറച്ചുകൂടി ഒരു കളർ കിട്ടാൻ വേണ്ടി അല്പം കാശ്മീരി ചില്ലി പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് മീനിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നോക്കി എന്ത് നല്ല കളറാണെന്ന് മീനിന്. എണ്ണ മുഴുവനും ഞാൻ ചേർക്കുന്നില്ല. അപ്പോൾ ഇനി സ്രാവ് മീൻ വാങ്ങുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി നോക്കണേ. എത്ര നല്ല ടേസ്റ്റാണെന്നറിയോ. എല്ലാവർക്കും ഇഷ്ടമാവും. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ്.